പലരും ഇൻസ്റ്റഗ്രാമിൽ തന്നെ പലരും ഇപ്പോൾ പുതിയ കൊളാബ് പുതിയ ബിസിനസ്സാണ് സ്റ്റാർട്ടപ്പ് ആണ് ചേച്ചി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ അവർക്ക് എൻകറേജ്മെന്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്റ്റാർട്ടപ്സിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു മറുപത്തൂർ കനവ് എന്ന സിനിമയിൽ നായികയാക്കിയതിൽ മമ്മൂട്ടിക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന വിവാദം ദിവ്യയെ തളർത്തിയോ? ഞാനത് ഈയിടെ കുറച്ച് ഷോർട്സ് യൂട്യൂബിൽ വന്നത് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പോലും ഞാൻ ഇല്ല ഞാനിപ്പോ വരില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ പിന്മാറിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ നമ്മൾ ചില ഡ്യൂട്ടീസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടിന്റെ പേരിൽ ഒരു ഗ്യാപ്പ് വന്നതാണ്. മഞ്ജു വാര്യരുമായി ദിവ്യ സൗഹൃദത്തിലല്ല എന്ന് പറഞ്ഞു പരത്തുന്നവരോട് എന്താണ് പറയാനുള്ളത്? അതിപ്പോ എല്ലാ രണ്ട് ഒരേ സമയം രണ്ട് പേരുണ്ടെങ്കിൽ അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ കണ്ടിന്യൂസ് ആയിട്ട്. കല്യാണ അത് തന്നെ അതുമല്ലേ എന്റെ കർമ്മരംഗം എന്ന് പറയുന്നത് ഡാൻസ് ആണെങ്കിലും കല എന്ന കർമ്മരംഗം മാറിയിട്ടില്ല. ഏത് രാജ്യത്താണെങ്കിലും ഞാൻ ഇപ്പോഴും യാത്രകൾ ചെയ്യുന്നതും എവിടെയെങ്കിലും എന്താ പറയാ എല്ലാം ലൈഫിന്റെ എല്ലാ കാര്യങ്ങളും സറൗണ്ടഡ് ബൈ കല തന്നെയാണ്. ഇനി നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാം. അടുത്ത വേറെ ഒന്നുമില്ല, ഇതിനകത്ത് കുറച്ച് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് പേപ്പേഴ്സ്. ഇത് ഓരോന്നും എടുത്തിട്ട് ഇതിൽ ഓരോ സിനിമയുടെ പേരാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഡംഷരാജ് അതൊന്ന് ദിവ്യ ആക്ട് ചെയ്ത് കാണിക്കുക. നമ്മുടെ ക്രൂ മെമ്പേഴ്സിനെ കൊണ്ട് ദിവ്യ ആക്ട് ചെയ്ത് പറയിപ്പിക്കണം സിനിമയുടെ പേരാണ് ഇതിനകത്തുള്ളത്. ഈ സെഗ്മെന്റിന് പേരില്ല എന്ന് പറഞ്ഞാൽ പേരിട്ട പണിന്നോ ദിവ്യക്കിട്ടൊരു പണി, മുട്ടൻ പണി. അതെ, ഓരോന്നെടുത്ത് നിങ്ങളൊക്കെ പറഞ്ഞോണം കേട്ടോ. ഇവർക്കൊക്കെ ആദ്യം തന്നെ ചായ വാങ്ങി കൊടുക്കാറുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിത്തരാം. കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ, ഇവരൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ ക്യാമറ 2-3 ഉണ്ട്. ഓക്കെ, പ്രണവേ പറഞ്ഞേ എന്താണ്? എനിക്ക് കിട്ടി അല്ല കല്യാണം, പിന്നെ കല്യാണ അത് തന്നെ അതുമല്ലേ. പ്രണവിനാണ് പോയിന്റ് കിട്ടിയത്. യെസ്, പ്രണവിന് കിട്ടി. ഒന്ന് പറയിച്ചു. ഈശ്വര, ഇവരൊക്കെ സ്പിരിച്വൽ ആളുകളാണ്. ഇവരൊക്കെ എന്താ പറയാ. ഓക്കെ, ഡാൻസിന്റെ അങ്ങനെ പറഞ്ഞ ഇവർക്ക് മനസ്സിലാവില്ലായിരിക്കും. അതന്നെ, കൃഷ്ണന്റെ അമ്പലം എന്താ പറഞ്ഞ. അതാരാ പറഞ്ഞപ്പോ? മെഹ്റ. ഓക്കെ. ഇതൊക്കെ ആരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്? ഇതൊക്കെ എഴുതിയതാരാ? അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. ആണല്ലേ? അത് വേറെ ആയിരിക്കില്ലേ? നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ അല്ല. ഊമ്മ പെണ്ണിന് എനിക്ക് മിണ്ടാൻ പറ്റില്ല. ഇവരെ കൊണ്ടാണോ പറയിപ്പിക്കേണ്ടത്? അതാണ് മിണ്ടരുന്ന് ഞാൻ ക്ലൂ ഇട്ട് തന്ന. അതെ, എന്ത് പെട്ടെന്ന്. പ്രണവാണ് ലീഡ് ചെയ്ത് നിക്കണേ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. കഴിഞ്ഞു പോലെ സങ്കടം. ഇനി ഒരെണ്ണേ ഉള്ളൂ എന്നൊക്കെ. അയ്യോ, ഇതിന് ഇഷ്ടപ്പെടുത്തുവോ?
ആ ആ ആ ആ ആ ആ ആ അതാ ഇല്ല ഞാനതിന് ഇത് കാണിച്ചു തന്നെ ലവ് പ്രണയം പറയാനായിട്ട്. ഓക്കെ ഇതിലേക്ക് കിട്ടോ. അടുത്തെന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വേറൊരു സെഗ്മെന്റ് നിലയ്ക്കാത്ത ചോദ്യങ്ങൾ. അതായത് ദിവ്യ ചിലപ്പോൾ ഈ ചോദ്യത്തിനൊക്കെ ആൻസർ പല തവണ പറഞ്ഞിട്ടുണ്ടാവും. ദിവ്യനെ എപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഇന്നലെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ദിവ്യ അതിന് എന്താണ് മറുപടി എന്നുള്ളതാണ് അറിയേണ്ടത്. ആദ്യത്തെ ചോദ്യം, അമേരിക്കയിലെ സ്ഥിര താമസമാക്കിയത് സിനിമയിൽ നിന്നുള്ള പിന്മാറ്റത്തിന്റെ പ്രധാന കാരണമോ? ദിവ്യ ഉണ്ണി എന്നാണ് സിനിമയിലേക്ക്? കൊറേ പേര് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ചോദ്യമാണ്. പിന്മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ. ഇപ്പൊ വിളിച്ചിട്ട് അയ്യോ പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിക്കില്ല എന്നറിയില്ലേ, എന്തിനാണ് ശല്യം ചെയ്യുന്നത്, അങ്ങനെയൊന്നും ഇല്ല. ഇല്ല അത് ഇവരോട് ചോദിച്ചാൽ തന്നെ അറിയാം. ഇവിടെ ഇന്നലെ ഞാൻ കഥ പറഞ്ഞില്ല, മൈൽ സ്റ്റോണിന്റെ തന്നെ ഈ ദിവ്യ പറയണ്ടായിരുന്നു ഇന്നലെ എന്റെ അടുത്ത് അസ്ഥാനത്തൊക്കെയാണ് വിളിക്കുക. ഇന്ത്യന്ന് കോള് വരണുണ്ടാവും എന്റെ നമ്പർ. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ടാലോ ഹലോ മാം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നാണ് നമ്മള് പറയാം. അപ്പൊ ഞാനവിടെ വല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും പിള്ളേർക്ക്. പെട്ടെന്ന് ഇന്ത്യന്ന് നമ്പർ വരുമ്പോ ഞാൻ വിചാരിക്കും അയ്യോ ഇന്ത്യന്ന് നമ്പർ എടുക്കുക. അപ്പൊ ഈവൻ അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പോലും ഞാൻ ഇപ്പൊ വരില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ പിന്മാറിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ നമ്മള് ചില ഡ്യൂട്ടീസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടിന്റെ പേരിൽ ഒരു ഗ്യാപ്പ് വന്നതാണ്. ഇപ്പൊ ഡാൻസ് സ്കൂളിന്റെ സെറ്റപ്പ് ആണെങ്കിലും പിന്നീട് കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും പിന്നീട് അത് ഇപ്പൊ പിന്മാറുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അതെല്ലാം ഉപേക്ഷിച്ച് മൊത്തത്തില് നമ്മള് വീട്ടില് മാത്രം ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ, അതുപോലും ഒതുങ്ങിക്കൂടലല്ല. നമ്മളൊക്കെ വീട്ടമ്മമാരാകുമ്പോ നമുക്കറിയാം ഈവൻ ദാറ്റ് ഇസ് നോട്ട് ഒരു ചെറിയ കാര്യമല്ല. ഒരു വീട് ഓടണമെങ്കില് അപ്പൊ ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ കർമ്മരംഗം എന്ന് പറയുന്നത് ഡാൻസ് ആണെങ്കിലും കല എന്ന കർമ്മരംഗം മാറിയിട്ടില്ല ഏത് രാജ്യത്താണെങ്കിലും. ഞാൻ ഇപ്പോഴും യാത്രകൾ ചെയ്യുന്നതും എവിടെയെങ്കിലും എന്താ പറയാ എല്ലാം ലൈഫിന്റെ എല്ലാ കാര്യങ്ങളും സറൗണ്ടഡ് ബൈ കല തന്നെയാണ്. അപ്പൊ അങ്ങനെ പിന്മാറിന്നൊന്നും ആ വാക്ക് എനിക്ക് തോന്നണില്ല. സിനിമയിലേക്കുള്ള തിരിച്ച് അത് എന്താ പറയാ അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ഇത് നമ്മള് എന്താ പറയാ ഒരു അന്വേഷണം എപ്പോഴും ഉണ്ട്. അത് ലൈനപ്പ് ആയാൽ നടക്കും. ഓക്കെ. ഈ ദിവ്യ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു കാര്യം, അതായത് ക്യാമറയുടെ ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ ഷൂട്ടിന്റെ ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക് എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ എന്തിനാണെങ്കിലും ദിവ്യ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പബ്ലിക് ഇതെന്നുള്ള രീതിയിൽ, ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ഒന്നിലും ദിവ്യ ഹെസിറ്റേറ്റ് ചെയ്യാറില്ല. ആൾക്കാരെ മുഷിപ്പിച്ചിട്ട് ഒന്നുമില്ല. ആരെപ്പോഴും എന്ത് ചോദിച്ചാലും ഈവൻ സെൽഫി ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആണെങ്കിലോ ഇപ്പൊ തന്നെ ദിവ്യ വരുമ്പം ഈ ഇത്ര കുറച്ച് ടൈമിലായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്നുണ്ടാവുക. പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. ഇതിനിടയിലും ഇന്റർവ്യൂയോ കാര്യങ്ങളോ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിനിടയിൽ സമയം ഉണ്ടാക്കാൻ പറ്റിയാൽ മുഷിപ്പിക്കാതെ അവർക്ക് കൊടുത്തിട്ട് പോകുന്ന ഒരു ആളാണ്. അത് പൊതുവെ എല്ലാരും പറയും ദിവ്യ ഒന്നിനോടും അങ്ങനെ നോ പറയാതെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന. അങ്ങനെ സീസൺഡ് ആക്കിയതാണ് പേരൻസ്. കാരണം അവരാണെങ്കിലും മൾട്ടിപ്പിൾ തിങ്സ് ഹാൻഡിൽ ചെയ്ത്, ഇപ്പൊ അമ്മ വീടും സ്കൂളും, അച്ഛനാണെങ്കില് വീട്ടിലെ കാര്യങ്ങളും പിന്നെ എൻ്റെ സിനിമ കാര്യങ്ങളും അതെല്ലാം നമ്മള് ആ ഒരു അത് കണ്ടു വളർന്നതാണ്. പിന്നെ അന്നേരാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് അടുത്തറിയാവുന്ന ആരാണെങ്കിലും എന്തെങ്കിലും ഒന്ന് പ്രസന്റ് ആവോ അല്ലെങ്കിൽ പിന്നീട് വീഡിയോ വിഷസിന്റെ കാലായില്ലേ, അതും ഒക്കെ ഇങ്ങനെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറ്റാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അതുമൊക്കെ നമ്മള് ചോദിച്ചാൽ അതുകൊണ്ട് അവർക്കൊരു സന്തോഷം ആവുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. ഈവൻ പലരും ഇൻസ്റ്റഗ്രാമിൽ തന്നെ പലരും ഇപ്പോ പുതിയ ബിസിനസ് ആണ്, സ്റ്റാർട്ടപ്പ് ആണ് ചേച്ചി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോ
എന്തെങ്കിലും രീതിയിൽ അവർക്ക് എൻകറേജ്മെന്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്റ്റാർട്ടപ്സിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അത് എനിക്ക് സന്തോഷമാണ്. വലിയൊരു മനസ്സാണ് കേട്ടോ ദിവ്യ. ഹാപ്പിയാണ് അത് ചെയ്യുമ്പോ. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇത് കാണുമ്പോഴോ അല്ലെങ്കിൽ, പക്ഷെ അങ്ങനെ എപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു കോൺസ്റ്റന്റ് ബോണ്ടായിട്ട് അവര് ഈ സാരി അന്ന് അയച്ചു തന്നില്ലേ, അതിൽ പടം ഇട്ടില്ലേ, അതിന്റെ ഇത്ര ആ പ്രോഗ്രസ് അവരെനിക്ക് അറിയിച്ചുകൊണ്ടിരിക്കും. അതൊരു അപ്പൊ നമുക്കറിയാം അത് ജെന്യുവിൻ ആണ്, നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നല്ലത് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. അല്ല, അത് അവര് നമ്മളെ അറിയിക്കേണ്ട ആവശ്യം എന്താ? അതെ, അതാ ഞാൻ പറയുന്നത്. അപ്പൊ there is something അവരുടെ മനസ്സിൽ നമുക്കൊരു, അപ്പൊ അവരുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉണ്ടാവും. അടുത്തത്, ഫ്രണ്ട്സ് എന്ന സിനിമയിലെ ഡബിൾ ക്ലൈമാക്സ് പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് മാറ്റിയതോ? അയ്യോ, അതൊക്കെ എന്നോട് ചോദിച്ചാല് എന്നാലും അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളെ കാണുമ്പോ ചോദിക്കണ്ടേ? പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ഈവൻ സ്റ്റുഡിയോ വർക്കിൽ പോലും ഞാൻ ഭാഗമല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇല്ല, അതൊക്കെ അതിന്റെ എന്താ പറയാ, മേക്കേഴ്സിന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്. ദിവ്യക്ക് ഇതിനെ കുറിച്ച് ഒന്നുമേ അറിയില്ല. ഇല്ല. ഓക്കെ. ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയിൽ നായികയാക്കിയതിൽ മമ്മൂട്ടിക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന വിവാദം ദിവ്യയെ തളർത്തിയോ? അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം പറഞ്ഞിട്ട് എഴുതി തന്നിരിക്കുകയാണ്. അല്ല, അതെന്താന്ന് വെച്ചാൽ അത് ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ വൈറലായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ആയിരിക്കണം. നിലയ്ക്കാത്ത ചോദ്യങ്ങൾ ഓരോ ഇതെന്നുള്ള രീതിയിൽ ആണോ ഇങ്ങനത്തെ ഒരു? ഇല്ല, ഞാനത് ഈയിടെ കുറച്ച് ഷോർട്സ് യൂട്യൂബില് വന്നത് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരിത് അറിയുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു അതും അങ്ങനെ ഡിസ്കഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നാമ്പുറത്താണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല. എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇതൊക്കെ നമ്മളല്ലേ. അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും. നൃത്തമാണ് അഭിനയത്തിനേക്കാൾ ദിവ്യക്ക് കൂടുതൽ പ്രിയമെന്ന് തോന്നിയിട്ടുണ്ട്? അല്ല, അതെന്താന്ന് വെച്ചാൽ നമ്മളെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നത് നൃത്തവേദികളിലാണല്ലോ. അപ്പൊ നാച്ചുറലി ആളുകൾ അത് അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ പ്രിയം അങ്ങനെയൊന്നുമില്ല. പിന്നീട് ഞാന് നമ്മളുടേതായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ നൃത്തവിദ്യാലയമല്ലേ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ അതിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം പ്രത്യേകിച്ച് അമേരിക്ക പോലൊരു രാജ്യത്ത് പഠിപ്പിക്കുമ്പോൾ നമ്മള് വെറുതെ നൃത്തം മാത്രം പഠിപ്പിക്കുകയല്ല, നമ്മള് കൾച്ചറും കൂടെ പകർന്നു കൊടുക്കുകയാണ്. കാരണം ഇവിടെ ഉള്ളവർ ഒരു ബേസ് ഉണ്ട്. ഇപ്പോ കൃഷ്ണൻ അല്ലെങ്കിൽ രാധ ആരാണെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു സെന്റൻസോ 2 സെന്റൻസോ എങ്കിലും, അത്രയല്ല അതിലും കൂടുതൽ ഇവിടുത്തെ കുട്ടികൾക്ക് അറിയാം. ഒരു ഒരു ലെസൺ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് സ്കൂളിൽ നിന്നോ എന്തെങ്കിലും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ നമുക്ക് കൃഷ്ണന്റെ ബേസ് തൊട്ട്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നടരാജൻ ഇങ്ങനെ നിൽക്കുന്നതിന്റെ റീസൺ, അല്ലെങ്കിൽ നടരാജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നടനം, രാജൻ, ഡാൻസിന്റെ കിങ് ഓഫ് ഡാൻസ്, അവിടെ നിന്ന് തുടങ്ങണം നമ്മള്. വേർഡ് ട്രാൻസ്ലേഷനിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ബേസ് അത്ര ഉണ്ടാക്കി, ഫ്രഷ് ഗ്രൗണ്ട് ആണ്. സോ അത് നമ്മളുടെ കൾച്ചർ. അപ്പൊ അതിലെല്ലാം വരുമല്ലേ, എല്ലാം നാട്യോൽപത്തി തൊട്ടെല്ലാം നമ്മള് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും കൂടുതലും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ പുറകെ നമ്മൾ പോകും. അതെ, നമ്മളും എല്ലാം തികഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല പഠിപ്പിക്കുന്നത്. ചില കുട്ടികളുടെ ചില ചോദ്യങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അതിന്റെ പിറകെ പോയി അതിന്റെ ഉത്തരങ്ങൾ കണ്ടെടുത്തുമ്പോൾ നമുക്കും അറിവ് കൂടുകയാണ് ചെയ്യണത്. ചില സമയത്തൊക്കെ ഈ പിള്ളേര് ചോദിക്കുന്ന ചോദ്യം നമ്മളെ ഞെട്ടിപ്പിക്കും ശരിക്കും. ഓക്കെ. അടുത്തത്, സോഷ്യൽ മീഡിയയിൽ ദിവ്യ ഉണ്ണി സജീവമല്ലാത്തതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടോ? ഞാനിവിടെ ഭയങ്കര 150% ആക്റ്റീവ് ആണെന്നുള്ള ആറ്റിറ്റ്യൂഡിലുള്ള ഞാൻ സജീവമല്ല, അറിയില്ലായിരുന്നു. അപ്പൊ ഈ ചോദ്യം എഴുതിയ ആൾക്ക് സോഷ്യൽ മീഡിയ ദിവ്യനെ അധികം കണ്ടിട്ടുണ്ടാവില്ല. പോയി ചെക്ക് ചെയ്യും ഞാൻ എന്നെ ഫോളോ ചെയ്യണോ. അതാ ചെക്ക് ചെയ്യണോ, കറക്റ്റ് ആയിട്ട് ചിലപ്പോ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടാ ഇങ്ങനെയുള്ള ചോദ്യം. ആകെ ഫോൺ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഫോൺ എടുത്തിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് എല്ലാം ഒന്ന് ഇതാക്കണം. ഓക്കെ. അഭിമുഖങ്ങൾ എന്തുകൊണ്ട് ദിവ്യ ഉണ്ണിക്ക് പേടിയാണോ? അഭിമുഖങ്ങൾ, ദൈവമേ, എത്ര ഇന്റർവ്യൂസ് ഇപ്പൊ തന്നെ അല്ലേ? ഒരു ദിവസം 9 ഇന്റർവ്യൂ എന്തോ കൊടുത്തിട്ടുണ്ട്. ഒരു 2 weeks ബിഫോർ അല്ലെ 2-3 weeks ബിഫോർ അല്ലേ? ഒരു ഇവന്റിന് വേണ്ടി വന്നേക്കണതുകൊണ്ട്
ഇല്ല, അഭിമുഖങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മള് ഞാനങ്ങനെ എന്താ പറയാ ഡീറ്റെയിൽസ് സംസാരിക്കാനും ആളുകള് നമ്മളിലേക്ക് പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ചാനൽസും, അതായത് യൂട്യൂബ് ചാനൽസ്, ഓൺലൈൻ ചാനൽസും എല്ലാം വഴി നമ്മുടെ വിശേഷങ്ങൾ ആളുകളിലേക്ക് എത്തുമ്പോഴും അവരത് കണ്ടിട്ട് പറയുന്നതും ഒക്കെ എനിക്ക് അങ്ങനത്തെ ബാക്ക് ആൻഡ് ഫോർത്ത് ഇഷ്ടമാണ്. സ്റ്റേജിലാണെങ്കിലും നമ്മളുടെ ഒരു ഗോൾ, സിനിമയിലാണെങ്കിലും ഒക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ ഗോൾ എന്താണ്? ടു റീച്ച് ദെയർ ഓഡിയൻസ് ആണ്. സോ ആ റീച്ച് കിട്ടുന്നതെല്ലാം നമുക്ക് സന്തോഷമാണ്. അതിപ്പോ ഒരു ഇന്റർവ്യൂവില് കണ്ടത് ഇപ്പോ അത് പറഞ്ഞത് നമുക്ക് അറിയില്ലാത്ത കാര്യം പറഞ്ഞുവെന്നോ, അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോ ഞങ്ങൾക്കും മോട്ടിവേഷൻ ആയിന്നോ, ഇങ്ങനത്തെ ഒക്കെ റെസ്പോൺസസ് വരുന്നുണ്ട് നമുക്ക്. അപ്പൊ അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ലുക്ക് ഇഷ്ടമായി എന്തെങ്കിലും ഒക്കെ. സോ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഇഷ്ടമാണ് ഇതെല്ലാം. ഓക്കെ. മഞ്ജു വാര്യരുമായി ദിവ്യ സൗഹൃദത്തിലല്ല എന്ന് പറഞ്ഞു പരത്തുന്നവരോട് എന്താണ് പറയാനുള്ളത്? അതങ്ങനെ അത് പണ്ടത്തെ ഒരു ചോദ്യമായിരുന്നു. അതിപ്പോ രണ്ട് ഒരേ സമയം രണ്ട് പേരുണ്ടെങ്കിൽ അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ കണ്ടിന്യൂസ് ആയിട്ട്, എനിമിറ്റി ഉണ്ടോ, കോമ്പറ്റീഷൻ ഉണ്ടോ എന്നൊക്കെ. അതിന്റെ അന്നേരത്തെ ഒരു ഭാഗമായിട്ടുള്ള ഒരു അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ആ ചോദ്യങ്ങളും സെഗ്മെന്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അരുണ് ദിവ്യയുടെ ചെയ്ത സിനിമകളെല്ലാം തന്നെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ കണ്ടതില് ദിവ്യ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? അങ്ങനെ ചോദിച്ചിട്ടില്ല ഞാൻ. ഇന്ന് വരെ ചോദിച്ചിട്ടില്ലേ? എന്നാ അരുൺ കണ്ട സിനിമകൾ ഏതൊക്കെയാ ദിവ്യയുടെ? എനിക്ക് തോന്നുന്നു കല്യാണ സൗന്ദര്യ കണ്ടിട്ടുണ്ട്. അത് ഫോർ ഷുവർ. കാരണം കോമഡി ജോണർ ഇഷ്ടമുള്ള ആളാണ്. മലയാളം മൂവീസ് പൊതുവെ കാണാറുണ്ടോ? ഇഷ്ടം പോലെ. പക്ഷെ ജയതി അങ്കിളിന്റെ മൂവീസ്, കൽപ്പന ചേച്ചിയുടെ, പിന്നെ ദിലീപ് ഏട്ടന്റെ ഒക്കെ ആ ഒരു കോമഡി ജോണർ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പൊ കല്യാണ സൗന്ദര്യം കണ്ടിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ 1-2 സിനിമകളൊക്കെ ഇത് എനിക്ക് ഫോർ ഷുവർ പറയാൻ പറ്റുള്ളൂ. കുട്ടികളൊക്കെ ഇനി പിടിച്ചിട്ടില്ല. പിള്ളേര് ആ ഒരു 2.5 മണിക്കൂറൊക്കെ ഇരുന്ന് കാണാൻ മാത്രം. അവിടെയൊക്കെ 90 മിനിറ്റ്സ് ഒക്കെ അല്ലേ. അതും സിനിമ അധികം ഇല്ല. വീട്ടില് വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെയാണ്. സമയം കിട്ടിയാൽ നമ്മള് ഒന്നിച്ച് പുറത്തേക്ക് പോവല്ലോ, അല്ലെങ്കിൽ ഡാൻസ്, എന്തെങ്കിലും ബാക്കി ക്ലാസ്സുകളൊക്കെയാണ്. ഒന്നിച്ച് സിനിമ ഇങ്ങനെ തിയേറ്ററിൽ പോയി അധികം കുട്ടികളുടെ കൂടെ കാണലില്ല. അതായത് ഇന്ത്യൻ മൂവീസ് മാത്രമല്ല, അമേരിക്കൻ മൂവീസ് ആണെങ്കിലും അങ്ങനെ തിയേറ്ററിൽ പോയി ഒന്നാമതേ, അതായത് ഇപ്പൊ വളരെ കുറഞ്ഞു. പാൻഡമിക് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മള് തിയേറ്ററിലേക്ക് പോയി തുടങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ തന്നെ OTTയും ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ വിരൽ തുമ്പിൽ എത്തിയില്ലേ. അതുകൊണ്ട് പക്ഷെ അവര് പാട്ടുകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ, നമ്മളുടെ സിനിമകളിലൊക്കെ പാട്ടുകളും, മറ്റേ കോവലനും തിരുവാതിര പാട്ട്, ആകാശഗംഗയിലെ, പിന്നെ പ്രണയവർണ്ണങ്ങളിൽ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ, പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിലെ പാട്ടുകൾ, അങ്ങനത്തെ കുറച്ച് പാട്ടുകളൊക്കെ സ്ഥിരം. അതിൽ ചിലതൊക്കെ ഇഷ്ടമാണ് ഇവർക്ക്. അത് റിപ്പീറ്റ് കാണുന്നതാണ്. ഇതിൽ ഇവരാരെങ്കിലും, ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ അമ്മയെ പോലെ ഞങ്ങൾക്കും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം പറയുകയോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഈയിടെ ചെറിയ ആളിങ്ങനെ പറയണ്ടാണ്. ആണോ? അത് നമുക്ക് എപ്പോഴാണ് മൂവിയിൽ അഭിനയിക്കാൻ പറ്റുക അതൊക്കെ എന്തൊക്കെയോ. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഐശ്വര്യ ആണ് അപ്പൊ അതിൽ കൂടുതൽ ഇപ്പൊ ഇൻട്രസ്റ്റ് എടുത്ത് വന്നിരിക്കുന്നത്. ഐശ്വര്യ അല്ലേ? ഐശ്വര്യ ഇഷ്ടമാണ്. മീനാക്ഷിക്കും ഡാൻസ് ഒക്കെ ഇഷ്ടമാണ്. ഓക്കെ. ഇവർക്ക് നാട്ടിനോടുള്ള അടുപ്പം, കേരള, ഇതൊക്കെ അവർക്ക് എങ്ങനെയാ? കുട്ടികൾക്കുള്ള താല്പര്യം, ഇഷ്ടമൊക്കെ എങ്ങനെയാ? ലിങ്ക് ഞാനാണ്. അതായത് ഇവിടെ ഇപ്പോ ഞാൻ പ്രോഗ്രാംസിന് വരുന്നു, പിന്നെ ഇവിടെ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ യാത്രയുടെ ഇടയിലാണെങ്കിലും ആളുകൾ കാണുന്നു, സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ ആദ്യമൊക്കെ അറിയില്ലായിരുന്നു. ഇപ്പൊ ഐശ്വര്യക്ക് കുറച്ചും കൂടെ, ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് പാൻഡമിക് കഴിഞ്ഞിട്ട് സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പായതുകൊണ്ട് എന്റെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് കണ്ടിട്ട് അറിയാം. മീനാക്ഷിയൊക്കെ ഒരു 3-4 തവണ അതിന് പാൻഡമിക്കിന് മുമ്പ്, അതിന് ശേഷം ഒരു വലിയ ഗ്യാപ്പ് വന്നു. അപ്പോഴൊക്കെ വരുമ്പോ ഇങ്ങനെ എന്താണ്, ഇപ്പോഴൊക്കെയാണ് അറിയാം. അത് ഫുള്ള് അറിഞ്ഞപ്പോ ടീനേജ് ആയല്ലേ,
അതിനുശേഷം പിന്നെ നാട്ടിൽ വന്നിട്ടില്ല. അപ്പൊ ഇനി അടുത്ത തവണ കൊണ്ടുവരുമ്പോ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അവർക്ക് എങ്ങനെയാ നമ്മുടെ നാടൻ ഭക്ഷണമൊക്കെ ദിവ്യ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? അവർക്ക് നമ്മളെല്ലാരും ഇഷ്ടമാണോ? വെജിറ്റേറിയൻസ് ആണ്. ആണോ? ഓ, ഓക്കെ. നമ്മള് വെജിറ്റേറിയൻസ് ആണ്. ഇഷ്ടമാണ് സാമ്പാറും ചോറും പരിപ്പ് അങ്ങനത്തെയൊക്കെ. ദിവ്യ അവിടെ കുക്ക് ചെയ്യണതും നമ്മുടെ ഈ ഭക്ഷണങ്ങളൊക്കെ തന്നെയാണോ വീട്ടിലും കുക്ക് ചെയ്യണൊക്കെ? മറ്റേ വളരെ എന്താ പറയാ വെസ്റ്റേൺ രീതിയിൽ അല്ലെങ്കിൽ അവിടത്തെ ഒന്നും എനിക്കത്ര മാക്സിമം പോയാൽ ഒരു പാസ്റ്റ ഒക്കെ ഉണ്ടാക്കാൻ അറിയാന്നല്ലാണ്ട് സാധാരണ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ്. നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും ഒക്കെ. ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് അങ്ങനെ. പക്ഷെ നമ്മുടെ കറികളൊക്കെ ഒരുമാതിരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഇവരൊക്കെ പലർക്കും പല ടേസ്റ്റുകളാണല്ലോ. അത് ഒരാൾക്ക് രാവിലെ ദോശ കഴിക്കാൻ തോന്നിയാൽ വേറൊരാൾക്ക് ഉപ്മാവായിരിക്കും അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ. 5 പേര് അവസാനം ഞാനായിട്ടൊന്ന് തീരുമാനിച്ച് അങ്ങോട്ട് ഉണ്ടാക്കും. എല്ലാരും ഇതുള്ളത് ഇതേ ഉള്ളൂ അതൊക്കെ കഴിച്ചോളൂ. ഓക്കെ, അവർക്ക് ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കി തരുന്ന നാടൻ ഭക്ഷണങ്ങളെല്ലാം. അപ്പൊ ഞാൻ എല്ലാരും അങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും വേറൊന്നും ഓപ്ഷൻ ഇല്ല. അല്ല വേറൊന്നും കൊടുത്ത് ചെയ്ത്. ഇപ്പൊ ഉപ്പുമാവാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഇവര് വല്ലപ്പോഴല്ലേ അമ്മയൊക്കെ ഉണ്ടാക്കണ ടേസ്റ്റ് ചെയ്യണുള്ളൂ. ഇവരുടെ തലയിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കണല്ലേ അറിയുള്ളൂ. അതെ, ഇവരുടെ കോൺസെപ്റ്റ് അതാണ്. അപ്പോ അവർക്ക് വേറെ ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ദിവ്യ ഒരുപാട് സന്തോഷം. എത്രയോ നാളായിട്ട് മൈൽ സ്റ്റോൺ ദിവ്യയുടെ ബാക്കിലുണ്ട്. ദിവ്യ നാട്ടിലേക്ക് എപ്പോ ടിക്കറ്റ് അവിടെ എടുക്കാൻ തീരുമാനിക്കും എവിടെ എങ്ങനെ ഇവരിവിടെ സെൻസ് ചെയ്യും, ഇവിടെ അറിയും. ഇവരിങ്ങനെ കുറെ നാളായിട്ട് ദിവ്യയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഫൈനലി ഇതായിരുന്നു അതിന്റെ സമയം. നമുക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്കും കാണാൻ പറ്റി. അതെ, ഞങ്ങൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ വന്നപ്പോഴാണോ കണ്ടത്? അത് അല്ല, നമ്മൾ ദുബായിലാണോ കണ്ടത്? അമേരിക്കയിലാ ലാസ്റ്റ് കണ്ടത്. പിന്നെ അന്ന് ദിവ്യ എനിക്ക് കുറെ ഹെൽപ്പ് ചെയ്തു തന്നു. എനിക്ക് ഡാൻസിന്റെ ഹെയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു തന്നത് ദിവ്യ ആയിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ദിവ്യ അന്ന്. അവിടെ നമുക്ക് അറിയാം, ഞങ്ങൾക്ക് നല്ലോണം അറിയാട്ടോ. ഞങ്ങള് പഴയ ഫ്രണ്ട്സ്, കോളേജ് ബഡീസ്. അപ്പോ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ പറ്റിയതിൽ സന്തോഷം. ഇന്നിപ്പോ നമ്മുടെ ഇടയിൽ നിൽക്കുമ്പോ എനിക്ക് മിസ് ചെയ്യണ ഫുൾ നീതുവാണ്. ഞങ്ങളെ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു സെൻട്രൽ സ്ഥാനമാണ് നീതു. അതെ, ഞങ്ങളെ ഒരു നീതു എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്. 2 ദിവസം മുമ്പ് ദുബായിലേക്ക് പോയതേ ഉള്ളൂ. അതെ, അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരായിരുന്നു എന്തായാലും. അപ്പൊ എന്തായാലും എങ്ങനെയൊക്കെയോ നമുക്ക് ഇന്നിപ്പോ ഇവിടെ കാണാൻ പറ്റി. പഴയ കുറെ കഥകളൊക്കെ ഓർമ്മകളൊക്കെ പുതുക്കാൻ പറ്റി. അമ്മ ഒക്കെ സുഖമായിരിക്കുന്നല്ലോ? എല്ലാവരും സുഖമായിരിക്കും. പ്രത്യേക അന്വേഷണം പറയണം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. സോ മച്ച്. ഓക്കെ, താങ്ക് യു.